ഹായ് ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ചമ്മന്തി വിശേഷമായിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുള്ള, അതായത് ചായ നമുക്ക് ദോശ തരുമ്പം റെസ്റ്റോറൻറ്റുകളിൽ കഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്നത് എന്തെന്ന് വെച്ചാൽ പുതിനയില, അതുപോലെ ഇഞ്ചി, കൊച്ചുള്ളി, പിന്നെ പച്ചമാങ്ങ, പിന്നെ പച്ചമുളക്. എരിവിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. പച്ചമുളക് എരിവ് ഇച്ചിരി കൂടുതൽ വേണ്ടുന്നവർക്ക് അത് ഒരു 3-4 ചേർക്കാം. പിന്നെ നമ്മുടെ തേങ്ങാ സാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞ് ഇനി മാങ്ങ ചേർക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി പീസ് പിഴിഞ്ഞൊഴിച്ചാലും മതി. പിന്നെ ഇതിന് കാര്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിർക്കയാണ്. 1.5 സ്പൂണ് സിർക്കയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഏതിൻ്റെ കൂടെ, നമുക്ക് ദോശേൻ്റെ കൂടെ ആയാലും ഇഡ്ഡലീൻ്റെ കൂടെ ആയാലും, അതുപോലെ ഇനി ചോറിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും, നന്നായിരിക്കും. നമ്മൾ സാധാ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ ചേർക്കുന്ന ചമ്മന്തിക്ക് നമ്മൾ താളിച്ചിടാറുണ്ട്. ഇതിന് താളിച്ചിടേണ്ട ആവശ്യമില്ല, വെറുങ്ങനെ കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ